ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് സ്ലീവിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബോഡി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് സ്ലീവും ക്യാൻവാസും കഴുത്ത് മടക്കി അടിക്കാനുള്ള ബയാസ് ക്രോസ് പീസും കട്ട് ചെയ്യുന്നത് കാണാം. ഏറ്റവും ആദ്യം തന്നെ ഞാൻ സ്ലീവാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കാൽക്കുലേഷൻസ് ഉണ്ട്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കാം. ഞാനിവിടെ 9 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. കാരണം എനിക്ക് ക്ലോത്ത് കുറവാണ്. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 9 ഇഞ്ചാണ്. സ്ലീവിൻ്റെ ലെങ്ത് 9 ഇഞ്ച്. ഈ 9 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും. അങ്ങനെ മൊത്തത്തിൽ 9 1 10 10/2, അരയും കൂടെ ചേർത്ത് 10/2. അതിന് ശേഷം എടുക്കേണ്ട മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആം ഹോൾ റൗണ്ടിന് ലൂസൊക്കെ ഉൾപ്പെടെ ആഡ് ചെയ്ത് ബോഡിയിലേക്ക് എടുത്തിട്ടുള്ള അളവെന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ഈ 7 ഇഞ്ചിനെ നമ്മളിവിടെ എഴുതി കൊടുക്കാം. ആർമോൾ വേണ്ടിയിട്ട് നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ 7 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 1 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് എന്നുള്ളത് കിട്ടും. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ 6 ഇഞ്ചിൻ്റെ പകുതി എത്രയാണെന്നുള്ളത് നോക്കാം. 3 ഇഞ്ചല്ലേ? ഈ 3 ഇഞ്ചും നോട്ട് ചെയ്ത് വെക്കാം. നിലവിൽ ഇത് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഓപ്പൺ അതെത്രയാണോ നിങ്ങളുടെ കൈയുടെ വണ്ണം വരുന്നത് അതനുസരിച്ച് അതിൻ്റെ പകുതി സ്ലീവിൻ്റെ ഓപ്പൺ സ്ലീവിൻ്റെ ഓപ്പൺ വരുമ്പോൾ 8 ഇഞ്ചാണല്ലോ. എനിക്ക് 8 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4 ഇഞ്ച്. സ്ലീവിൽ ലൈനിങ് ഇല്ലെങ്കിൽ പൊതുവേ അത്ര ലൂസ് കൊടുക്കണ്ട. നമുക്ക് ബോഡിയിൽ ഇങ്ങനെ കിടക്കുന്ന പോലെ. ഇതിപ്പോൾ 3/4 ഒന്നും ഇല്ലല്ലോ. 3/4 ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പൊടിക്ക് ലൂസ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കിവിടെ പിടിക്കുമ്പോൾ ഇങ്ങനെ മടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതല്ല കൈമുട്ടിന് മുകളിൽ നിൽക്കുവാണെങ്കിൽ ഫിറ്റായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. എനിക്ക് ഇത്തിരി ഫിറ്റായി നിൽക്കുന്ന ഇഷ്ടം. അപ്പം ഞാനിപ്പം എക്സാക്റ്റ് മെഷർമെൻറ്റിൻ്റെ പകുതിയാണ് കൊടുത്തത്. നിങ്ങൾക്കത് പറ്റത്തില്ല, ഒരു പൊടിക്ക് ലൂസ് വേണമെങ്കിൽ ഈ 4-ന് പകരം 4.25 എന്നുള്ള പോലെ കൊടുക്കണം. 4.5 ഒന്നും കൊടുക്കണ്ട, 4.25 കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്. നമുക്കിനി ഇതെങ്ങനെ മാർക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്ററെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അളവ് ചരിച്ചെടുക്കുക. കണ്ടോ 7 ഇഞ്ച് എന്നുള്ള അളവ്. ഈ 7 ഇഞ്ചിൻ്റെ പകുതിയാണ് 3.5. കണ്ടോ ഇതൊന്ന്. ഇനി 3.5യുടെ പകുതി 1.25. ആ 1.25 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ മിഡിൽ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെയും മിഡിൽസ് തമ്മിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് മാറ്റി മാർക്കിങ് കൊടുക്കുക. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് പിന്നെ
ഡയറക്റ്റ് ഈ പോയിൻ്റ്. ഇത് നമ്മൾ സ്കെയിൽ വെക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ബെൻഡായി കിട്ടും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പം അല്ലേ, ആദ്യം ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് സെൻറ്ററിൽ നിന്ന് വെച്ചാൽ ജോയിൻ്റ് വരുന്നിടത്തു നിന്ന് സൈഡിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് തമ്മിലുള്ള ആദ്യത്തെ 3 ഇഞ്ചിൻ്റെ പകുതി 1.25 ഈ വരയിന്ന് ഒരു 3/4 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് മെയിൻ സെൻറ്ററിൽ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതും കഴിഞ്ഞ് അടുത്ത പകുതി, അടുത്ത 1.25 ഇഞ്ചിൽ അത് ആ പോയിൻ്റിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്കെയിൽ വെക്കുമ്പോൾ ഏകദേശം 1 പോയിൻ്റ് 2 പോയിൻ്റൊക്കെ ഇത് താഴേക്ക് സ്കെയിൽ വെച്ചിട്ട് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബാക്ക് സ്ലീവാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ കേർവ് വരുന്നിടം കണ്ടോ, ഈ കേർവ് വരുന്നിടം സ്കെയിലിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ 3 ഡോട്ട്സും ഒരുപോലെ വരുന്ന പോലെ 1 2 3 4 ഡോട്ട്സ് ഒരുപോലെ വരുന്ന പോലെ, അല്ല 4 അല്ല 3 ഡോട്ട്സ്, ഇത് ഇത്രയും 3 ഡോട്ട്സ്, ആദ്യത്തെ 3 ഡോട്ട്സ് ഒരുപോലെ വരുന്ന പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെന്നില്ല, ഇതിങ്ങനെ കയറ് പോലെ കൊടുക്കാം. എന്നിട്ട് ഈ സ്കെയിൽ ഇതുപോലെ തിരിച്ച് വെക്കാം. കണ്ടോ ഒരു പൊടിക്ക് ഇത് കണ്ടോ കയറി വന്നതുണ്ടോ, അത് മതി. എന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. പലർക്കും ഈ ഷേപ്പ് കിട്ടാനാണ് പാട്. കൈ കൊണ്ടൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഫ്രണ്ട് കുഴിച്ച് വെട്ടാം. ഫ്രണ്ട് കുഴിച്ച് വെട്ടുമ്പോഴത്തേനും ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്കിതാ ഈ 1/2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കറക്റ്റ് സെൻറ്ററിൻ്റെ, അതായത് ആ 3 ഇഞ്ചില്ലേ, 3 ഇഞ്ചിൽ നമ്മൾ 1/2 ഇഞ്ചല്ലേ മുകളിലേക്ക് കൊടുത്തത്. ഈ 1/2 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മേളിൽ വരച്ചല്ലോ, അവിടുന്ന് 3/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് അക്രോസ് കൊടുത്തില്ലേ, അതേ അളവ് ഇവിടെയും കൊടുക്കുക. 3/4 ഇഞ്ച്. നിങ്ങളുടെ കേസിൽ 1/2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ 1/2 ഇഞ്ച് ഇവിടെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പോയിൻറ്റും ഈ മാർക്കിങ് ഇത് തമ്മിൽ ജോയിൻ്റായി വരുന്ന പോലെ വരച്ചു കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ കറക്റ്റ് പോയിൻറ്റിൽ കൊണ്ട് നിർത്തരുത്, ഇങ്ങനെ ചരിച്ച് കൊണ്ട് നിർത്തരുത്. ഒരു കർവ് ഇവിടെയും കൊടുക്കണം. എന്നിട്ട് സ്കെയിലിനെ നേരെ തിരിക്കുക. കണ്ടോ? എന്നിട്ട് ഈ പോയിൻറ്റും നമ്മൾ എൻഡ് ആവുന്ന സ്ഥലവും ഇതിൻ്റെ മിഡിൽ പോർഷനും ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളിടത്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു ഷേപ്പ് കൊടുക്കാം. സ്ലീവിൻ്റെ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഷോർട്ട് സ്ലീവാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ വേരിയേഷൻസ് അതിൽ വരുത്തണം. അതെന്താണെന്നുള്ളത് നമുക്ക് ഷോർട്ട് സ്ലീവായിട്ട് തന്നെ കാണിക്കാം. രണ്ടും കൂടെ ആയിപ്പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം കറക്റ്റായിട്ട് 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അവസാനിക്കുന്നിടത്തുനിന്ന് തയ്യൽ തുമ്പ് ഒഴികെയുള്ള ഭാഗം, അതായത് സ്റ്റിച്ച് വരുന്നിടം കണക്കാക്കി നമ്മൾ ഇങ്ങനെ ചരിച്ച് കൊടുത്ത് മെഷർ ചെയ്ത് നോക്കാം. കണ്ടോ 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി അങ്ങനെ ചെയ്തിട്ടും ഡൗട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട്
ഉണ്ടോ, 7 ഇഞ്ച് വരുന്നുണ്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുവാണോ, നിങ്ങൾ സ്റ്റാർട്ടറാണോ, ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ സ്ലീവിന് ഭയങ്കര ടെൻഷനുള്ള ഒരാളാണെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ കൊടുത്തോളൂ. അത് തയ്ക്കുമ്പോഴത്തേന് നമുക്ക് വേണമെങ്കിൽ ട്രിം ചെയ്തെടുക്കാം, അതായത് കട്ട് ചെയ്തെടുക്കാം. യൂഷ്വലി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ എന്നാൽ കൂടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് കട്ട് ചെയ്യുവാണേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗം കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ അറിയാതൊക്കെ കട്ട് ചെയ്ത് പോവും, ഫ്രണ്ടും ബാക്കും ഒക്കെ ആയിട്ട്. കണ്ടോ, തുമ്പെത്തുമ്പോൾ സ്ട്രെയിറ്റ് ആക്കാതെ കുറച്ച് ഇങ്ങനെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ വ്യത്യാസം കാണുമ്പോൾ അറിയാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബാക്ക് പീസ് കഴുത്ത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസിലാണ് വെട്ടാൻ പോകുന്നത്. പിന്നെ ക്യാൻവാസിലാണ് ഞാൻ ഫ്രണ്ടും കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു പീസിൽ ചരിച്ച് ഇതേപോലെ ഒരു ഇഞ്ച് അളവിൽ ഇങ്ങനെ എടുക്കാം. ശരിക്കും ഇത്രയും ആവശ്യമില്ല, 3 ഇഞ്ചിലെ കഴുത്തിറക്കുന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം കൂടെ പറയാമെന്ന് കരുതി. ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അതൊരു ചെറിയ ടിപ്പാണേ. അതായത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പാകത്തിനെത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഈ 2 പീസിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് പീസിനെ എടുക്കാറുണ്ട്. ശരിയല്ലേ? നിങ്ങൾ ശരിക്കും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്നറിയാമോ? ഇപ്പോൾ ഇതാ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്ത് ഇവിടെ അടിക്കുന്നു, അതിനെ എന്നിട്ട് മടക്കി ഇങ്ങനെ വരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൾക്കിനെസ് ഉണ്ടാവും, ഒരു കനം ഉണ്ടാവും. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്, കാണുമ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അതേ സമയത്ത് കാണിച്ചു തരാം. ഇതേപോലെ ചരിച്ച് വന്ന ഒരു പീസാണെന്ന് വിചാരിക്കാം. ഇതും ചരിഞ്ഞാണ് ഇരിക്കുന്നത്, ഇതും ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിനെ തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ചിട്ട് ഈ 1/2 ഇഞ്ച് തമ്മിൽ ഇതുണ്ടോ, ഈ 1/2 ഇഞ്ച് തമ്മിൽ ചേരുന്നിടത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് തയ്ച്ച് ഇവിടം വരെ കൊണ്ടുവരാം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച് ഇവിടെയും ഒരു സ്റ്റിച്ച് ഇവിടെയും ആയിട്ട് വരും. അപ്പോൾ നമ്മൾ മടക്കുമ്പോഴും ഒരു സ്റ്റിച്ച് ഇവിടെ, ഒരു സ്റ്റിച്ച് ഇവിടെ. അപ്പോൾ ഈ കനം വരത്തില്ല, മറ്റേതിൻ്റെ അത്രയും കനം ഇവിടെ വരത്തില്ല. അത് നിങ്ങൾക്ക് ഈ ചുരിദാറിലൊന്നും അത്ര വലിയ സീനില്ല, പക്ഷേ സാരി ബ്ലൗസിലൊക്കെ ഹെമ്മിങ് ചെയ്യുമ്പോഴത്തേനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് വരും, അത് വൃത്തികേടുമായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അത് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതിന് ശേഷം നമുക്ക് ക്യാൻവാസിൽ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ക്യാൻവാസ് അറിയാമല്ലോ അല്ലേ? പേപ്പർ ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലറിങ് ആക്സസറീസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. ഇതിൽ 2 വശമുണ്ട്, ഒന്ന്
ഒരു ഗ്ലേസിങ് ഉള്ള പോലെ ഒരു തിളക്കമുള്ള വശമുണ്ട്, മറ്റേത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു വശമുണ്ട്. ഈ പ്ലെയിൻ ആയിട്ടുള്ള വശത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഗ്ലേസിങ് ഉള്ള വശമാണ് നമ്മൾ തുണിയിൽ ഒട്ടിക്കേണ്ടത്. അതായത് തുണിയുടെ മുകളിൽ ഗ്ലേസിങ് ഉള്ള വശം ഒട്ടി വെക്കുന്ന പോലെ വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഫോൾഡ് ചെയ്ത് വെക്കുക, നെക്കിൻ്റെ അവിടെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഏറ്റവും ആദ്യം ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതും കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ 1/2 ഇഞ്ചിനെ സ്ട്രെയിറ്റ് ആക്കി വരച്ചു കൊടുക്കുക. ലെങ്ത് എത്രയാണോ വെക്കുന്നത് അതും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങിനകത്ത് ഞാൻ വീനൊക്കെ കൊടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ നെക്കിനകത്ത് ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. ഒരു വേറെ എന്തെങ്കിലും നെക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഓപ്പൺ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ 2.6 അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ 1 ഇഞ്ച് മാർജിനും കൊടുക്കുക. അത് ഇവിടെയും താഴേക്ക് ഒരു സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് അതും മാർക്ക് ചെയ്ത് നീട്ടി വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വേറൊരു നെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആദ്യം ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 6.5. വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു വീയുടെ കട്ട് പോലെ കൊടുക്കാമെന്നാണ് വിചാരിക്കും. ഒരു 3/4 ഇഞ്ച് അളവിൽ ഇങ്ങനെ ഒരു ചെരിച്ചല്ല, ഇവിടെ നിന്ന് ഒരു മാർജിൻ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു വി പോലെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ റൗണ്ട്. എന്നിട്ട് ഇതിനൊരു മാർജിൻ പോലെ നമ്മൾ ഓരോരോ ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്യുമ്പോഴത്തേനും കത്രിക, നല്ല കത്രിക എടുക്കരുത്, തുണി വെട്ടുന്ന കത്രിക എടുക്കരുത്. തുണി വെട്ടുന്ന കത്രിക തുണി വെട്ടാൻ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൂർച്ച പോകും. പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ തെറ്റിയാകെ പ്രശ്നമാകും. അപ്പോൾ ഒരു കത്രിക ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഈ ബ്രിഡ്ജ് പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആദ്യം കട്ട് ചെയ്യാം. ഈ 1/2 ഇഞ്ചില്ലേ ഷോൾഡറിൻ്റെ അവിടെ കൊടുത്ത 1/2 ഇഞ്ച്, ആ 1/2 ഇഞ്ച് ഇതേപോലെ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 1-2 പിന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ അകത്ത് കൂടെ കൊടുത്തില്ലേ മാർക്കിങ്, അത് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഈ പുറത്തു കൂടെ കൊടുത്ത 1 ഇഞ്ചിൻ്റെ അവിടെ കൂടെ മാർക്ക് ചെയ്തെടുക്കുക. കത്രികയിൽ നിന്ന് ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കും. ഇനി നമുക്ക് ഈ ഗ്ലേസിങ് വരുന്നിടം തുണിയുടെ മേളിൽ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൊടുത്ത് ഉരുക്കിയെടുക്കണം, അയൺ ചെയ്തെടുക്കണം. ഇത് അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ചിലർ പറയുന്നുണ്ട്
പ്രോപ്പറായിട്ട് അയൺ ആവുന്നില്ല, ഒട്ടിയിരിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ടോ അല്ല സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടോ വെച്ചിട്ട് തേച്ച് കൊടുക്കുക. തേക്കുമ്പോഴത്തേനും ജസ്റ്റ് ഇങ്ങനെ ഹീറ്റ് ഇങ്ങനെ കൊടുക്കുക, എടുക്കുക, കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അയൺ ബോക്സ് എടുത്തിട്ട് ഇതേപോലെ 10 സെക്കൻഡത്തേക്കിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ മറ്റേ തേക്കുന്ന പോലെ തേക്കരുത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്യാൻവാസ് ഉരുകുന്ന സമയത്ത് നമ്മൾ ഈ ഉരയ്ക്കാൻ പോകുന്നെങ്കിൽ ചിലപ്പോൾ ചുളിഞ്ഞൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ജസ്റ്റ് പ്രസ് ചെയ്ത് മാത്രം എടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെല്ലാം ഉരുകിയിട്ടില്ല അല്ലെങ്കിൽ ഒട്ടിയിട്ടില്ല എന്നുള്ളത് നോക്കിയിട്ട് അവിടെ എല്ലാം കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഉരുകിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ചെയ്യണം. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിച്ച് ചെയ്ത ഇതുണ്ടല്ലോ, ടോപ്പുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കും, എഡിറ്റൊന്നും ചെയ്തില്ല. അത് ഞാൻ ഇടും ഇത് കഴിഞ്ഞിട്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടെ ഇട്ടേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.